വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജോനാഥന് ദെമത്രിയോസ് രാജാവ് നൽകിയ സൗജന്യങ്ങളെക്കാളും ഉറപ്പിനേക്കാളും സമാധാന സന്ദേശവുമായി ആദ്യമെത്തിയ അലക്സാണ്ടറിനായിരുന്നു പ്രതിപത്തി. അലക്സാണ്ടർ രാജാവ് ദെമത്രിയോസിനെതിരെ ഏറ്റുമുട്ടി അവരെ തോൽപ്പിച്ചു. ദെമത്രിയോസ് വധിക്കപ്പെട്ടു. അലക്സാണ്ടർ ഈജിപ്തിലെ രാജാവായ ടോളമിയുമായി സൗഹൃദം സ്ഥാപിക്കുകയും ടോളമിയുടെ മകളായ ക്ലിയോപാട്രയുമായുള്ള വിവാഹം നടക്കുകയും ചെയ്തു. രാജാവ് ജോനാഥനെ ഒരു സേനാധിപനും പ്രവിശ്യയുടെ ഭരണാധികാരിയുമായി നിയമിക്കുകയും ചെയ്തു. ദെമത്രിയോസിൻ്റെ മകൻ ദെമത്രിയോസ് രണ്ടാമൻ തൻ്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് വന്നു. അവൻ്റെ സൈന്യാധിപനായ അപ്പൊളോണിയോസ് ജോനാഥനെ തോൽപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചു. ജോനാഥനും സഹോദരൻ ശിമയോനും അവരെ തോൽപ്പിച്ച് ജോപ്പ കൈവശപ്പെടുത്തി. സമതലത്തിൽ ചിതറിപ്പോയ ദെമത്രിയോസിൻ്റെ അശ്വസൈന്യം അസോത്തോസിലേക്ക് ഓടി. ജോനാഥൻ അസോത്തോസും ചുറ്റുമുള്ള നഗരങ്ങളും അഗ്നിക്കിരയാക്കി അവരെ കൊള്ളയടിച്ചു. ഇതറിഞ്ഞപ്പോൾ അലക്സാണ്ടർ രാജാവ് ജോനാഥനെ പൂർവാധികം ബഹുമാനിച്ചു. ഈജിപ്ത് രാജാവായ ടോളമി തന്ത്രപൂർവം അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം തട്ടിയെടുക്കാൻ തൻ്റെ മകളെ അലക്സാണ്ടറിൽ നിന്ന് തിരിച്ചെടുത്ത് അവൻ ദെമത്രിയോസിന് നൽകി. അവനുമായി ഉടമ്പടി ഉണ്ടാക്കി. ടോളമി അന്ത്യോക്യയിൽ പ്രവേശിച്ച് ഏഷ്യയുടെ കിരീടമണിഞ്ഞു. അങ്ങനെ അവൻ ഈജിപ്തിൻ്റെയും ഏഷ്യയുടെയും അധിപനായി. ഇതറിഞ്ഞ അലക്സാണ്ടർ രാജാവ് ടോളമിക്കെതിരെ പുറപ്പെട്ടു. എന്നാൽ ടോളമി അവനെ തോൽപ്പിച്ചോടിച്ചു. അലക്സാണ്ടർ അറേബ്യയിൽ അഭയം പ്രാപിച്ചു. അറേബ്യനായ സബ്ദിയേൽ അലക്സാണ്ടറുടെ ശിരസ് ഛേദിച്ച് ടോളമിക്ക് അയച്ചു കൊടുത്തു. പിന്നീട് ടോളമി രാജാവ് മരണമടഞ്ഞു. കോട്ടകളിലുണ്ടായിരുന്ന അവൻ്റെ സേന മുഴുവൻ തദ്ദേശവാസികളാൽ കൊല്ലപ്പെട്ടു. അങ്ങനെ ദെമത്രിയോസ് രാജാവായി. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.